അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഇപ്പോൾ മൊഴിയെടുപ്പുകൾ നടക്കുന്നുണ്ട്, രഹസ്യമൊഴി ചിലരുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കേസെടുത്ത് മുന്നോട്ട് പോകുന്നു. അതേസമയം തന്നെ പ്രതികൾ അല്ലെങ്കിൽ കുറ്റാരോപിതർ അവരുടെ നിയമപരമായ അവകാശം വിനിയോഗിക്കുന്നുണ്ട്. മുകേഷ് ചൊവ്വാഴ്ച വരെ അറസ്റ്റിൽ നിന്ന് താൽക്കാലികമായി വിടുതൽ നേടിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യത്തിന് വേണ്ടി മറ്റുള്ളവർ പോകുന്നു. ഇങ്ങനെ നിയമപരമായി എങ്ങനെയാണോ കാര്യങ്ങൾ പോകേണ്ടത്, ആരോപണ വിധേയർക്കെതിരെ കാര്യങ്ങൾ അങ്ങനെ തന്നെ പോകുന്നുണ്ട്. ആ സമയത്ത് ഈ പവർ പൊസിഷനിലിരിക്കുന്ന ആളുകൾ, രാഷ്ട്രീയത്തിൽ അധികാര സ്ഥാനത്തിലിരിക്കുന്ന ആളുകൾ മാറി നിന്ന് ഈ അന്വേഷണം കഴിയട്ടെ എന്ന സമീപനം എടുക്കുന്നതല്ലേ യുക്തം? തീർച്ചയായിട്ടും മുകേഷ് രാജിവെച്ച് മാറി നിൽക്കണം, അന്വേഷണം നടക്കണം എന്നാവശ്യപ്പെടുന്ന ആ 100 പേരിൽ ഒരാളാണ് ഞാൻ. ഇടതുപക്ഷ അനുഭാവത്തോടെ പ്രവർത്തിക്കുകയും തീർച്ചയായും തന്നെ നേരത്തെ വീണ എസ് നായരോ അവർ ആക്ഷേപിച്ച ഒത്തിരി ആക്ഷേപമോ അല്ലെങ്കിൽ പറഞ്ഞ സ്ത്രീകളുണ്ടല്ലോ, ഇടതുപക്ഷത്തിന് വനിതാ മതിലൊക്കെ തീർത്ത സ്ത്രീകൾ, ആ സ്ത്രീകളൊക്കെ ഒപ്പം നിന്ന ആളാണ് ഞാൻ. നോക്കൂ, നമ്മുടെ വീടിൻ്റെ അകത്തൊരാൾ മോശം പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ പിടിച്ച് ചെവിക്ക് പിടിച്ച് പുറത്താക്കി അവർ നിയമ നടപടി സ്വീകരിച്ച് വരട്ടെ എന്ന് പറയും. ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള മനുഷ്യാവകാശം, ഭക്ഷണമോ മറ്റു വല്ല കാര്യങ്ങളോ അത് കൊടുക്കുകയും നമ്മൾ കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ്. അല്ലാതെ അവർ ഒരാളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഉപദ്രവിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവരെ മറച്ചു വയ്ക്കുകയോ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയോ ഒന്നും നമ്മൾ ചെയ്യില്ല. അത് തന്നെയാണ് ഇവിടെയും ചെയ്യാനുള്ളത്. കൃത്യമായി തന്നെ ഗവൺമെൻറ് ഇതിൽ നിലപാടെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നിട്ടുള്ളതും. നമ്മളതിൽ പ്രതീക്ഷിക്കണം. കാരണം ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആളുകളെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ അടച്ചാക്ഷേപിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ പ്രതീക്ഷയോടെ നോക്കുകയും ഈ ജനാധിപത്യ സെറ്റപ്പിൽ അതല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് പാരലായിട്ട് നമുക്ക് സമാന്തരമായിട്ട് ഒരു ജനകീയ വിചാരണ കോടതി ഉണ്ടാക്കിയിട്ട് അവിടെ വിസ്തരിച്ചാൽ മതിയോ? അങ്ങനെ നമുക്ക് ശിക്ഷിക്കാൻ സാധിക്കുമോ? അത് മറ്റേ ഹൈദരാബാദിൽ നടന്ന പോലെ വെടിവെച്ച് കൊല്ലേണ്ട, ഓൺ ദ സ്പോട്ട് വെടിവെച്ച് കൊല്ലേണ്ട പരിപാടിയാണോ നമ്മൾ ചെയ്യേണ്ടത്? അവിടെയും കുറേ പേര് എന്താ പറയുക, ലഡും മാലയൊക്കെ കൊടുക്കുന്നുണ്ടായി. അതുപോലെയാണോ ചെയ്യേണ്ടത്? അപ്പോൾ ഒരു ഫെയർ ട്രയൽ തീർച്ചയായും തെറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആരോപിതരായിട്ടുള്ള ആളുകൾക്ക് അനിവാര്യമാണ്. അതാണ് ജസ്റ്റിസ് സിസ്റ്റം. അപ്പോൾ ഇത്രയും നാൾ ഇവരെന്തുകൊണ്ട് പറഞ്ഞില്ല? ഇവർക്കുള്ള ആരോപണങ്ങൾ സിനിമാ മേഖല നിറച്ച് പുഴുക്കുത്താണ്, സിനിമാ മേഖല തകർന്നു പോകുന്നു, CPM ഗെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് CPM കയറി വരാൻ അല്ലെങ്കിൽ ഇടതുപക്ഷം കയറി വരാനുള്ള ശ്രമമാണ്, ഇങ്ങനെയൊക്കെ പറയുന്നത് സത്യത്തിൽ നമുക്ക് വർത്തമാനം പറയാൻ മറ്റു വിഷയങ്ങളൊന്നുമില്ല എന്നതുകൊണ്ട് പറയുന്നതാണ്. ഈ വിഷയത്തെ കൃത്യമായി ആഴത്തിൽ പഠിച്ച് അതിൻ്റെ നിയമപരമായും നീതി നിർവഹണപരമായും കാര്യങ്ങളെ നോക്കി കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് കുറ്റം അതായത് എന്നെ ഉപദ്രവിച്ചു എന്ന് ഞാനാണ് അവിടെ സിനിമയിൽ അഭിനയിച്ച ആളെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ആ സമയത്ത് അത് തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യമായിരിക്കില്ല ഉണ്ടാവുകയുള്ളത്. കൃത്യമായി തന്നെ ഇതിനെപ്പറ്റി പറയാൻ നമ്മൾ ഈ യാത്രയിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും പലരും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും, തൊടുക, മാന്തുക, നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കും. ഞാൻ പോലും അങ്ങനെ ചെയ്യും. ഉടനെ എണീറ്റ് അയാൾ അടിക്കൊന്നുമില്ല, ഞാൻ ഒന്ന് കൈമാറ്റിടോ അല്ലെങ്കിൽ മാറിയിടോ എന്നൊക്കെ പറയുള്ളൂ. പിന്നെയും അയാൾ ചെയ്യുകയാണെങ്കിൽ വല്ലാതെ സഹിക്കേണ്ടി വരും. കാരണം ഒരു അർദ്ധരാത്രി ആയിരിക്കും, എല്ലാ യാത്രക്കാരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിക്കും. ഇറങ്ങണ സമയത്ത് അയാൾ ഇവിടെ ഇറങ്ങാന്ന് വെച്ചാൽ അയാളോട് ഇറങ്ങാൻ പോകാൻ വെച്ചാൽ അയാൾ ഇറക്കി വിടാൻ പറ്റില്ല കേട്ടോ എന്ന് പറയും കണ്ടക്ടറോട്. മറ്റുള്ളവരെ ശല്യം ചെയ്യാതെയും കൂടിയാണ് ഞാനിത് ചെയ്യാറുള്ളത്. അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെയാണ് ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, അതായത് എനിക്ക് ആ സമയത്ത് ആ സന്ദർഭത്തിൽ പറയാൻ പറ്റില്ല. ചിലപ്പോൾ എൻ്റെ സിനിമാ മോഹം, എൻ്റെ കലാഭിരുചി എല്ലാം ചിലപ്പോൾ എൻ്റെ വീട്ടുകാരെ അതുകൊണ്ട് വേണ്ടാന്ന് നിൽക്കും. അവിടെ പോയി പീഡിപ്പിക്കുകയാണോ എന്ന് നീ പോണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? അപ്പോൾ ആ കുട്ടി വിചാരിക്കുന്നത് ഈ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ അടുത്ത സിനിമയിൽ വരുന്ന സമയത്ത് എനിക്ക് ഒരു സേ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണെങ്കിലോ, അല്ലെങ്കിൽ പറയാൻ ഭയമാണെങ്കിലോ, അവരുടെ സൈക്കോളജിക്കൽ മാനസികാവസ്ഥയൊന്നും നമുക്കറിയില്ല. അപ്പോൾ അവരെ ബ്ലെയിം ചെയ്യുക, വിക്ടിം ബ്ലെയിം എന്നാണ് ഇവിടെ എല്ലാവരും ആദ്യം തുടങ്ങുന്ന പരിപാടി, സ്ത്രീകളെ കുറ്റപ്പെടുത്തുക എന്നുള്ളത്. ആ പരിപാടി നിർത്തിവെക്കുക. രണ്ടാമതെന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ ഈ ഒരു പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂരിലെ ഞങ്ങളുടെ നടി കൃത്യമായി തന്നെ നിലപാടെടുത്ത് മുന്നോട്ട് വരികയും കേസ് നടന്നുകൊണ്ടിരിക്കുകയും 8ാം പ്രതിയായിട്ടുള്ള ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഈ സർക്കാർ തന്നെയാണ്. അതും കൂടി ആലോചിക്കണം. അപ്പോൾ ആ സന്ദർഭത്തിൽ ഇത്രയും നല്ല ഇൻവെസ്റ്റിഗേഷൻ ടീമൊക്കെ വെച്ചൊന്ന് മുന്നോട്ട് പോയിക്കൊണ്ട സന്ദർഭത്തിൽ ഇങ്ങനൊരു സംവിധാനം ഉണ്ടായപ്പോൾ ഇപ്പോഴും പലരും പുറത്തു വന്ന് പറഞ്ഞിട്ടില്ല, പ്രമുഖ നടികളൊന്നും എത്തിയിട്ടില്ല. എന്നാൽ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. ആരും പ്രമുഖരോ അല്ല എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ജനപ്രിയ നടികളൊന്നും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അവർക്കൊക്കെ ഹറാസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയുകയും ചെയ്യാം. പലരും നമ്മൾ സുഹൃത്തുക്കളാണ്. പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലതും പുറത്ത് പറയാൻ പറ്റില്ല, കാരണം ഓരോരുത്തരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യമാണ്. ഹേമ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കൂ, ഞങ്ങൾ ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങൾ വായിച്ചിരിക്കട്ടെ, അതൊന്നല്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഒരു ആളുടെ ഇപ്പോൾ എത്രയോ ജനകീയ അന്വേഷണ അന്വേഷണ കമ്മിറ്റികൾ വയ്ക്കുന്നു.
അതിൽ മുഴുവൻ റിപ്പോർട്ടുകൾ ആ വേണ്ട ആൾക്കാർക്ക്, അല്ലാതെ തേർഡ് പേഴ്സണ് കൊടുക്കാറേ ഇല്ല. ശരി. അത് പബ്ലിക് ഡോക്യുമെൻ്റ് ആകുന്ന സമയത്ത് മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വേണ്ടത് ഒരുപക്ഷെ നല്ല ചുമയുണ്ട്, അപ്പോൾ അതുകൊണ്ട് അടുത്ത സിറ്റിങ്ങിൽ ഇരിക്കാൻ പറ്റില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗവൺമെൻറ്, ഒരു വിൽപ്പവറുള്ള ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഇത്രയും ഭൂരിപക്ഷവും ഒക്കെയുള്ള ഗവൺമെൻറ് ചെയ്യേണ്ടത് ഒരു നിയമനിർമ്മാണം അനിവാര്യമായി നടത്തുക എന്നുള്ളതാണ്. ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട് അഭിലാഷ്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, സൈബർ മേഖലയിൽ ഒരുപാട് ക്രൈം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സൈബർ മേഖലയിൽ ക്രൈം ചെയ്യുന്ന ആളുകളെ കിട്ടലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരം ആളുകൾ, പ്രത്യേകിച്ച് ഈ എന്താ പറയുക, മനുഷ്യൻ്റെ നേരെ നടത്തുന്ന ട്രേഡും കോമേഴ്സും അല്ലാതെ മനുഷ്യരുടെ നേരെ നടത്തുന്ന അതിക്രമങ്ങളെ നേരിടാനുള്ള ശക്തമായ നിയമമില്ല. 2000 ഉണ്ടാക്കിയിട്ടുള്ള സൈബർ നിയമം വളരെ പരിമിതമാണ്. അത് ഇ കോമേഴ്സിനും ഇ ട്രേഡിങ്ങിനും വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. അതിൽ വളരെ കുറച്ച് സെക്ഷൻസ് ഉണ്ട്, ശരിയാണ്, പക്ഷെ അത് പോരാ. അപ്പോൾ സൈബറും കൂടി ഉൾപ്പെടുന്ന തരത്തിലുള്ള ഒരു വലിയ നിയമനിർമ്മാണം വേണം. അതിൽ സിനിമ മാത്രമല്ല, നോക്കൂ, നമ്മുടെ നാട്ടിലൊരു തിരുവാതിരക്കളി സംഘത്തെ നിങ്ങൾ കൊണ്ടുപോയി ഒരു തിരുവാതിര കളിപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഹറാസ്മെൻറ്റോ, സ്കൂളിൽ നിന്ന് കുട്ടികളെ യുവജനോത്സവത്തിന് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഹറാസ്മെൻറ്റോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സമഗ്രമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തണം. അത് കോൺക്ലേവ് നടത്തിയത് കൊണ്ട് കാര്യമില്ല. കോൺക്ലേവ് എപ്പോഴാണ് നടത്തുന്നത്? കോൺക്ലേവ് നടത്തുന്ന നിയമത്തിന് മുൻപ് നടത്തുന്ന ഒരു വലിയ പരിപാടിയായിട്ടാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് കാണാം. അതൊരു നിയമനിർമ്മാണത്തിലേക്ക് ഇത് എത്തണം എന്നുള്ള അഭിപ്രായമാണ് അഡ്വക്കേറ്റ് ആശ മുന്നോട്ട് വെക്കുന്നത്.